ഹലോ നമസ്കാരം. വിനീത് ശ്രീനിവാസന്റെ കരം എന്ന സിനിമ കണ്ടു. സത്യം പറഞ്ഞാൽ വിനീതിന്റെ ഏറ്റവും ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോ മലർവാടി ആർട്സ് ക്ലബ്ബ് തൊട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം വരെ എടുത്ത് നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമയിൽ വലിയ കഥയും സംഭവങ്ങളൊന്നുമല്ല, സിമ്പിൾ കഥയായിരിക്കും. അത് പുള്ളി മേക്കിംഗ് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽ ഗുഡ് ആക്കി എന്താ ഒരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ തന്നിട്ടാണ് പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് വിടാറ്. പക്ഷെ ഇത്തവണ അത് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ഇമോഷണൽ കണക്ഷനോ ഒരു എൻഗേജിങ്ങോ ഒന്നുമില്ലാതെ ഒരു വെറും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലീഷ സ്റ്റോറി ടെംപ്ലേറ്റ് ആയിട്ടാണ് സിനിമ പോയത്. സിനിമയുടെ മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. നോബിൾ ആണ് ഇതിൽ ലീഡ് ക്യാരക്ടറായിട്ട് വരുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തിര എന്ന് പറഞ്ഞ സിനിമയിൽ ത്രില്ലർ സിനിമയായിരുന്നു. അതിൽ ലീഡ് റോളായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ധ്യാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മെയിൻ പില്ലറായിട്ട് ഉണ്ടായിരുന്നത് ശോഭനയായിരുന്നു. അതിന്റെ ഒരു കുറവാണ് ഇതിലും കാണുന്നത്. അതായത് നമുക്കൊരു മെയിൻ ഒരു വെൽ നോൺ ഒരു ആക്ടർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ, എന്നാൽ പോലും സ്റ്റോറി ആയാലും സ്ക്രീൻ പ്ലേ വളരെ മോശം തന്നെയാണ്. എന്നാൽ പോലും പിന്നെയും നമുക്ക് കണ്ടിരിക്കാൻ തോന്നിയേനെ. പക്ഷെ ഇവിടെ കാസ്റ്റിംഗിൽ തന്നെ വൻ പാളിച്ച പറ്റി. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ഡയലോഗ് ഡെലിവറി, അതുപോലെ തന്നെ BGM ഒക്കെ ചില സമയത്ത് നമുക്ക് വളരെ വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത്. അതുപോലെ ചില ഒരു ആക്ഷൻ സീനിലൊക്കെ ഒരു ചെണ്ടമേളം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ സീനൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ അരോചകമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പറയാനുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രിഡിക്റ്റബിൾ സ്റ്റോറി അല്ലെങ്കിൽ എന്താ പറയുക ക്ലീഷ ടെംപ്ലേറ്റ് സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ പിന്നെയും കുറച്ചും കൂടി നമുക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിന്റെ വിഷ്വൽസ് ആയാലും അല്ലെങ്കിൽ ഇതിന്റെ ഫ്രെയിംസ്, ഇതിന്റെ എഡിറ്റിംഗ് അല്ലെങ്കിൽ എന്താ സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ചേസിങ് സീനുകൾ. പിന്നെ വളരെ ആശ്വാസമായിട്ട് തോന്നിയത് സിനിമ കണ്ടിരിക്കുമ്പോൾ ബാബുരാജിന്റെ കുറച്ച് കോമിക്കൽ എലമെന്റ്സ് ഉണ്ടായിരുന്നു, കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ വില്ലനായിട്ട് വരുന്ന ആ ചെക്കന്മാരിലുള്ള ഒരാള് വിഷ്ണു വാര്യർ. പുള്ളിയുടെ പെർഫോമൻസ് കിട്ടുമായിരുന്നു. അങ്ങനെ കുറച്ച് ഒരു പോസിറ്റീവ്സ് കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ സിനിമയിൽ ഒന്നും തന്നെയില്ല. അതായത് വെറുതെ ഒരു പ്ലെയിൻ ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. അതായത് വിനീതിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഒരു ബിലോ ആവറേജ് ആ രീതിയിൽ പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരുവിധം ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജിൽ നിൽക്കാവുന്ന സിനിമകളായിരുന്നു. പക്ഷെ ഈ സിനിമ എന്തുകൊണ്ടോ ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് വിനീത് ശ്രീനിവാസൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫീൽ ഗുഡോ റൊമാൻസ് ഒക്കെ കൂടിയിട്ടുള്ള നമ്മുടെ ഹൃദയം പോലുള്ള അല്ലെങ്കിൽ തട്ടത്തിൽ മറയത്ത് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായ പോലും OTT ഇറങ്ങിയപ്പോൾ കുറച്ച് ട്രോൾ കിട്ടിയെന്നല്ലാണ്ട് സിനിമ അത്ര മോശം പടമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വൺ ടൈം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ടിരിക്കാന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ എനിക്ക് അത്രയ്ക്ക് പോലും തോന്നുന്നില്ല. അതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയും. ഓക്കെ, ബൈ.